ഗണപതിയേ യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 2 അധ്യായത്തിലായിട്ട് പറഞ്ഞത് ദേവി മഹാത്മ്യം 5-ാം അധ്യായത്തിലെ മന്ത്രങ്ങളെക്കുറിച്ചാണ്. ഇതിൻ്റെ തുടർച്ച തന്നെയാണ് പറയുന്നത്. അതായത് ദേവി നമ്മളിൽ നമുക്ക് അനുഗ്രഹം, ദേവി അനുഗ്രഹം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ദേവി നമ്മുടെ സമസ്ത കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ദേവിയുടെ കാരുണ്യം, കൃപ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ്. നമ്മളിൽ അങ്ങനെ അത് കിട്ടുന്ന കാര്യം അത് പല രൂപത്തിലുണ്ട്. പലർക്കും കിട്ടാം, ചിലർക്ക് കിട്ടാതിരിക്കാം, അതൊന്നും എനിക്കറിയില്ല. ഏതായാലും അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മറ്റ് പല കാര്യങ്ങളിലും ആപത്തിൽ പെടുമ്പോഴൊക്കെ ഭഗവതി നമ്മളെ കാത്തുരക്ഷിക്കും. ധനത്തിന് ആവശ്യം വരുമ്പോൾ അത് എവിടുന്നെങ്കിലും എത്തിക്കും. ഇങ്ങനെ ദേവീ വിഷയത്തിൽ മുമ്പോട്ട് പോകുന്ന മനുഷ്യർക്ക് ഭൗതികമായ ജീവിതം നയിക്കുന്ന, ലൗകിക ജീവിതം നയിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പം വെറുതെ ഇങ്ങനെ കാട്ടിൽ പോയി തപസ് ചെയ്യുന്ന സന്യാസിക്ക് വലിയ പൈസയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അയാൾ വണ്ടി ഓടിക്കുന്നില്ല, വണ്ടി ഓടിക്കുമ്പോൾ അയാൾക്ക് ആപത്തൊന്നും വരുന്നില്ല, അങ്ങനെയുള്ളതൊന്നും നോക്കണ്ടല്ലോ. അതേപോലെ അല്ലല്ലോ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ, നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർ. കാട്ടിലെ കഥ വേറെ. നാട്ടിൽ ജീവിക്കുന്നവർക്ക് എല്ലാമുണ്ട്. ഇപ്പം ഇന്നലെ സർക്കാർ അതിദരിദ്രരാതെ പ്രഖ്യാപിച്ചു നമ്മളെ കേരളപ്പിറവി ദിനത്തിൽ. അത് മനുഷ്യരുടെ ഒരവസ്ഥയാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ അതിദാരിദ്ര്യം എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. ഇത് രണ്ടുമല്ലാതെ ഇതിൻ്റെ വേറൊരു വകുപ്പുണ്ട്, ഇല്ലായ്മ. അത് എന്താണ് പറയുക, ദാരിദ്ര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒന്നും വേണ്ട രൂപത്തിലില്ല. എന്നാൽ ദാരിദ്ര്യമുണ്ടോ? അതില്ല, ദാരിദ്ര്യമില്ല. അതാണ് ഇല്ലായ്മ എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണത്. കാരണം അവർക്ക് സമൂഹത്തിൽ ജീവിക്കുന്നവരായിരിക്കും, പട്ടിണിയൊന്നുമില്ല, വസ്ത്രമൊക്കെ ധരിക്കുന്നുമുണ്ട്. പക്ഷെ പല കാര്യങ്ങളിലും പണം തികയുന്നില്ല. ആരോടും പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയാണത്. മിനിമം വരുമാനത്തിൽ എത്രയോ 10,000-ലൊക്കെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്ക് പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും. ഉദാഹരണം, എക്സേഷന് പോകുന്ന കുട്ടികൾ, അവരുടെ കുട്ടി പൈസ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനില്ല. അത് മോനെ അടുത്ത കൊല്ലം പോകാമെന്ന് പറയും. ഇത് കേട്ട് കേട്ട് കുട്ടിയും പിന്നെ ചോദിക്കാതെ ആവും. അതാണ് ഇല്ലായ്മ എന്നുള്ള അവസ്ഥ. അത് ഞാൻ പറഞ്ഞു തരാം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, കുറച്ച് വോളിയം കുറക്കുക. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൂത്തുപറമ്പ്. പറയൂ, ഡേറ്റ് പറഞ്ഞോളൂ. 1958 ഡിസംബർ 12. സമയം പറയൂ. 12 മണി രാത്രി. നക്ഷത്രം മൂലം. പുരാടം. 12 മണിയോ? 12 മണിയാണ് ജാതകത്തില്. പൂരാടത്തിലേക്ക് വരണമെങ്കിൽ കുറച്ചുകൂടി ആവുമല്ലോ. 12 മണിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പിച്ചത്? ജാതകമുണ്ട്. അതിൽ
ഇങ്ങനെയുണ്ടോ? പൂരാടാന്ന് നാട് എന്നാ പറഞ്ഞ അല്ല, അത് മനസ്സിലായി. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ് 12 മണിയാവുമ്പോൾ ശരിയാവുന്നില്ല. 12 ഡിസംബർ അല്ലേ പറഞ്ഞത്? അതെ അതെ. ഡിസംബർ 12-ാം തീയതി ഈ മൂലം പോയിട്ട് പൂരാടത്തിലേക്ക് വരണമെങ്കിൽ ഏതാണ്ട് 1 മണി എന്തായാലും ആയിട്ടുണ്ടാവും. പൂരാടാന്ന് നാട് എന്നാ പറഞ്ഞ. ഓ, അത് ശരിയാ. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ പറയേണ്ട വിഷയം? എന്താണ് അറിയേണ്ട വിഷയം? രോഗത്തിന്റെ തന്നെ രോഗം. അങ്ങനെ വലിയ കനത്ത രോഗമുണ്ടോ? കനത്ത രോഗമില്ല. പിന്നെ എന്താണ്? ചെറിയ ചെറിയ രോഗങ്ങളല്ലേ. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രായം മാറുമ്പോൾ ഉണ്ടാകുന്ന വിഷയമല്ലേ. 66 വയസ്സായി, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ രൂപത്തിലൊന്നും ഞാനിവിടെ കാണുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതൊക്കെ നിങ്ങൾ ചികിത്സ ചെയ്ത് അങ്ങ് മാറുന്നു. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടി പോകുന്ന ഒരവസ്ഥയൊന്നും ഞാനിവിടെ കാണുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ 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 കോള് കട്ടായിരുന്നു. ഹലോ. അതെന്തോ ആട്ടെ, അവർ കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ശരിക്കും പറഞ്ഞാൽ ദാരിദ്ര്യമുള്ളവർക്ക് അനാഥാലയത്തിൽ പോവാം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, വൃദ്ധസദനങ്ങളിൽ പല നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഈ ഇല്ലായ്മയുള്ളവർക്ക് ഇതൊന്നും അനങ്ങാൻ പറ്റില്ല. അതാണ് ഭയങ്കര പ്രശ്നം. അവരാണ് ദുഃഖിതർ. ഇന്നലെ അതിദാരിദ്ര്യം, മമ്മൂട്ടി പറഞ്ഞ വർത്തമാനമാണ് വളരെ ശരിയായത്. അതിദാരിദ്ര്യം നമ്മൾ ഇല്ലെന്ന് പ്രഖ്യാപിക്കും, നല്ല കാര്യം. പക്ഷേ ദാരിദ്ര്യവും കൂടി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കണം. വളരെ ശരിയായൊരു വർത്തമാനമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് മുട്ടിപ്പോകുന്ന അവസ്ഥ തന്നെയാണ് പ്രധാനമായിട്ടും. അത് സത്യം പറഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പത്രം വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ വയനാട്ടിൽ പട്ടിണി വരണം, ഇടുക്കിയിൽ പട്ടിണി വരണം. അവിടുന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നു. ഇപ്പോൾ അങ്ങനെ ഒരു വാർത്തയൊന്നും എവിടെയും അങ്ങനത്തെ കേൾക്കുന്നില്ല. അപ്പോൾ അത്തരക്കാരെ ഉണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവരെ രക്ഷിച്ചെടുക്കേണ്ട പരിപാടി ഗവൺമെൻറ് നടപ്പിലാക്കുന്നു. അതാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. അത് നല്ല കാര്യം തന്നെ. ദാരിദ്ര്യം, പട്ടിണിയില്ലാതൊരു ലോകം വേണമല്ലോ, തീർച്ചയായിട്ടും. പക്ഷേ മമ്മൂട്ടി പറഞ്ഞ പോലെ ദാരിദ്ര്യവും കൂടി മാറണം. അതായത് എല്ലാവർക്കും കിടപ്പാടം, പിന്നെ വീട്, എല്ലാം എന്താണ്, നല്ല വസ്ത്രം, നല്ല ഇത്. എന്താ യൂറോപ്യൻ കൺട്രീസിലൊക്കെ അങ്ങനെയാണല്ലോ. അതൊക്കെ ഗവൺമെൻറ്റല്ലേ നോക്കുന്ന ഇവിടുത്തെ കാര്യങ്ങൾ. പ്രായമുള്ളവരെയൊക്കെ അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കണം. അപ്പോഴാണ് ഒരു നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട് ഉയർന്നു വരിക. അപ്പോൾ അത് വരുമെന്ന് വിചാരിക്കാം നമുക്ക്. സമീപഭാവിയിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരട്ടെ. പിന്നെ വാർദ്ധക്യം ഒരു വലിയ ശാപമാണല്ലോ. ചിലർക്ക്, പണമുള്ളവന് അതൊരു വിഷയമല്ല, പണമില്ലാത്തവന് അതൊരു ശാപം തന്നെയാണ്. മരുന്ന് മേടിക്കാനും മറ്റൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആൾക്കാരില്ലേ. അവരുടെയെല്ലാം കാര്യം എന്താണ്, പിന്നെ ഗവൺമെൻറ് നോക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. വികസിത രാജ്യങ്ങളിലെല്ലാം അവരുടെ ഒരു കാര്യം അവരറിയണ്ടല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് വരേണ്ടത്. ഇന്ത്യയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ രൂപത്തിൽ. ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ, എനിക്കറിയാലോ. എന്നാൽ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ഞാൻ സ്ഥിരമായി താമസിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കറിയാം അതൊക്കെ. നമ്മളെത്രയോ ഉയരത്തിലാണ്. അതുകൊണ്ട്
ഏതായാലും അതിദാരിദ്ര്യമില്ലാതെ അവസ്ഥ വന്നു, ഇല്ലായ്മ എന്തായാലും അത് രക്ഷയില്ല. അത് കാലാകാലം അനുഭവിക്കുന്നവരുണ്ടാവും. അവരതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടാൻ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ തേടണം അത്തരം വ്യക്തികൾ. ഈ ഉള്ളതിനെ കൊണ്ട് ഒപ്പിക്കുന്ന പരിപാടി അത്തരക്കാർ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അതിലേക്ക് ഞാൻ വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഓ, തളിപ്പറമ്പ്. പറയൂ പറയൂ. ഒന്ന് അറിയാൻ വേണ്ടി ഇതാണെന്ന് വെച്ചാല് ഇവിടെ സമയം 4:04 എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത്? 4/6/92. ഡേറ്റ് പറഞ്ഞില്ലല്ലോ. 4/6/92. 4/6/92. ശരി. ജനിച്ച സമയം 6:30 വൈകുന്നേരം. പൂയ നക്ഷത്രം. അതന്നെ. ആരുടേതാണെന്ന് പറയൂ. കല്യാണം ശരിയാവുന്നില്ല, അതാണ്. ആരെയാണ്? നിങ്ങളുടെ തന്നെയാണോ? അല്ല, മരുമോന്റെ. ശരി ശരി. കല്യാണം ശരിയാവുന്നില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, മൊത്തത്തിലുള്ള പ്രശ്നമാണല്ലോ നമ്മളെ നാട്ടിലിപ്പോൾ. അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പലതവണ. അത് അതിൻ്റെ ഭാഗമായിട്ട് അല്ല, ഇവിടെ ജാതകപ്രകാരം ഇയാൾക്ക് കല്യാണം വൈകുക എന്നുള്ള ബലമൊക്കെയുണ്ട്. പിന്നെ ഇപ്പോൾ നടക്കുന്നത് കേതുദശയാണ്. അത് 31 വരെ കേതുവാണ്. അപ്പോൾ ആ കേതുദശാകാലത്ത് അഷ്ടമത്തിലെ കേതുവാണ്. ഒരു കാര്യവും നേരം വണ്ണം നടന്നു കിട്ടില്ല എന്നുള്ളതാണ് വിഷയം. അതിലേതായാലും ഇപ്പം കുറച്ച് നല്ല സമയമാണ്. നിങ്ങളൊന്ന് കൂടുതൽ ഒന്ന് ശ്രമിക്കൂ. അത് 26 ഏപ്രിൽ വരെയുണ്ട്. കേൾക്കുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം സൂര്യൻ്റെ അപഹാരമാണ്. കേതു ദശയിൽ സൂര്യൻ്റെ അപഹാരം, അത് വളരെ മോശമാണ്. ആ സമയത്ത് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഏപ്രിൽ മുതൽ ഒരു 3-4 മാസം മോശം. അത് കഴിഞ്ഞ് പിന്നെ നല്ലതുണ്ട്. ചന്ദ്രാപഹാരം 7 മാസം. അത് ഏപ്രിൽ മുതൽ അടുത്ത ഡിസംബർ വരെ. ഇയാൾ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു നിങ്ങളെ വർത്തമാനം കേട്ടിട്ട്. ആ, അത് ശരി. അപ്പോൾ അയാൾക്ക് വരുന്നതിനെ പറ്റിയാണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വിഷുവിന് ശേഷം വരാൻ പറയും. ഇപ്പം വന്നിട്ട് അങ്ങനെ നോക്കാൻ അങ്ങനെ സാഹചര്യം ഇല്ലെങ്കിൽ വിഷുവിന് ശേഷം അടുത്ത ഡിസംബറിനുള്ളിൽ നോക്കാം. അല്ല, കുറച്ച് താല്പര്യം കുറവ് കാണിക്കുന്നുണ്ട്. അല്ല, അത് പിന്നെ അത് ഞാൻ എന്ത് പറയാനാണ്. താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അതിന് എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അതിന് എൻ്റെ അടുത്ത മരുന്നുണ്ടോ? അതിന് ഞാനെന്ത് ചെയ്യാനാണ്? അയാൾ താല്പര്യം കാണിക്കേണ്ട അയാളുടെ കാര്യമല്ലേ. അതിന് ജ്യോതിഷത്തിലെന്ത് അതിന് പരിഹാരം? എന്താ പരിഹാരം? താല്പര്യമില്ലായ്മക്ക് എന്താ പരിഹാരം? എനിക്കറിയില്ല. ആദ്യം താല്പര്യം വേണ്ടേ? അത് അല്ലെങ്കിൽ നിങ്ങൾ അയാളെ എന്തുകൊണ്ടാണെന്ന് അയാൾ നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത് കൂട്ടി വന്നാൽ ഞാൻ സംസാരിച്ചാൽ എനിക്ക് നിഗമനത്തിലെത്താൻ പറ്റും. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടി വരും, അന്നേരം ഞാൻ സംസാരിക്കാം. ഓ, അല്ല, എന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് മാത്രം വന്നാൽ മതി. ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. ഓക്കെ. തൊഴിൽപരമായിട്ട് ഉയർച്ച തന്നെയാണ് കാണുന്നത്. ഈ പ്രത്യേകിച്ച് ശുക്രദശ വന്നാൽ വലിയ ഉയർച്ചയിലേക്ക് വരും. ശുക്രദശ വരുമ്പോൾ ഒരിയും വരും, താമസിക്കും. 2005 കൊല്ലം കഴിഞ്ഞിട്ടാണ് ശുക്രൻ വരിക. അതിനുശേഷം നല്ല കാലമായിരിക്കും. ഓക്കെ.
അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, അതായത് ചെറിയ വരുമാനത്തിൽ ജീവിതം കൊണ്ടുപോകുന്ന ആളുകൾക്ക് പലപ്പോഴും പല തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു പോവുക. അവരാണ് ഈ പോയിട്ട് കടക്കണിയിലൊക്കെ വീണു പോകുന്ന ആൾക്കാരും ഉണ്ടാവും അക്കൂട്ടത്തിൽ. ഈ ഇപ്പം പല രൂപത്തിലുള്ള ലോണൊക്കെ ഉണ്ടല്ലോ, ഓൺലൈനിലും മറ്റൊക്കെ. അതൊക്കെ അവരെ ബുദ്ധിമുട്ടിന് പണ്ടത്തെ കാലത്തെ ഇവരെക്കാളും കടുപ്പമാണ്. അതായത് തമിഴന്മാർ വന്നിട്ട്, അവരിപ്പോൾ ഉണ്ടോയെന്നറിയില്ല, അവരിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു, അങ്ങനെ ആരും പറയുന്നത് കേൾക്കുന്നില്ല. നാട്ടിൻപുറത്ത് ഇങ്ങനെ തമിഴർ വന്നിട്ട് വലിയ പലിശയൊക്കെ കടം കൊടുക്കുന്ന പരിപാടിയില്ലേ. പിന്നെ ബ്ലേഡൊക്കെ ഏതാണ്ട് ഗവൺമെൻറ് തന്നെ പൂട്ടിച്ച പോലെയാണ്. എന്നിട്ടും ഇതിനിടെ ഗുരുവായൂർ ഒരാൾ മരിച്ച കണ്ടില്ല, പേടിപ്പിച്ചിട്ട് അവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതേപോലെ പിന്നെ എന്താണ്, പലർക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരം പിന്നെ എന്താ കഴുത്തറപ്പൻ വ്യക്തികളെ അല്ലെങ്കിൽ കൊള്ളപ്പലിശക്കാരുടെ അടുത്ത് തലവെച്ച് കൊടുക്കേണ്ട ഗതികേട് വരുന്നു. അതുതന്നെയാണ് ഓൺലൈനിലുള്ള ലോൺ എടുത്താലും അവസ്ഥ. പക്ഷെ തൽക്കാലം ചെയ്തു പോകും. അങ്ങനെയൊക്കെയാണ് പലരും കടക്കണിയിൽ പോകുന്നതും പിന്നെ കുടുംബസമേത ആത്മഹത്യ ചെയ്യുന്നതൊക്കെ അങ്ങനെ കേൾക്കുന്നില്ലേ. അതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണോ? അപ്പോൾ അത് അല്ലാതെ തന്നെ നമ്മളെ വരുമാനത്തിൽ ഒതുങ്ങി നിന്ന് ജീവിക്കുക, പിന്നെ ആ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കേണ്ട പണിയുണ്ടല്ലോ ഓരോരുത്തർക്കും. അതറിയാത്തവരാണ് വിട്ടുപോകുന്നത്. പല മാർഗങ്ങളുണ്ട് നല്ല വഴിയിൽ തന്നെ. വളഞ്ഞ വഴിയിൽ പണം ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ പിന്നെ അവസാനം അഴിയെണ്ണുമ്പം മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ കൊട്ടേഷൻ പണിക്ക് പോയാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റും. പക്ഷെ അത് പിന്നീട് കാപ്പ കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുമ്പോൾ ലോകം തിരിയും, അത്രയേ ഉള്ളൂ. അങ്ങനെയല്ലാതെ നേരാൻ വണ്ണം പൈസ ഉണ്ടാക്കാൻ പഠിക്കണം. അതിന് പലതും ഉണ്ടല്ലോ. സാമർഥ്യമുള്ളവർക്ക് ഇന്നത്തെ ലോകത്തിൽ പല മാർഗങ്ങളുമുണ്ട്. പിന്നെ ഇന്നേ ജോലിയെ ചെയ്യാവൂ എന്ന് അങ്ങനെയും വിചാരിക്കരുത്. എല്ലാ ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട്. അത് ചിലർക്ക് അത് പറ്റില്ല. അത് ഞാനെങ്ങനെയാണ് ആ ജോലി ചെയ്യുക, എനിക്ക് മോശമല്ലേ, ഞാൻ ഇത്ര പഠിച്ചതല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. തുച്ഛമായ പൈസക്ക് അവർ പോയിട്ട് വല്ലവൻ്റെയും കീഴിൽ നല്ല വെള്ളക്കുപ്പായോട്ട് പോകണമെന്ന് മാത്രം. പലരുടെയും ചെറുപ്പക്കാരുടെയും കഥ അങ്ങനെയാണ്. അതിനേക്കാൾ എത്രയോ പൈസ പേരക്കയും നാരങ്ങയൊക്കെ ഈ വണ്ടിയിൽ കൊണ്ടുപോയി വിൽക്കുന്നവർക്കുണ്ട്. ഇനി ചിലപ്പോൾ ഈ റോഡ് സൈഡിൽ വിൽക്കുന്ന ബിരിയാണി വിൽക്കുന്ന പയ്യനും ഉണ്ടാവും. അതിനേക്കാളൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന ചെറുപ്പക്കാരുണ്ട്. പക്ഷേ ഈ 15,000 റുപ്യക്കൊക്കെ പോയിട്ട് ഈ രാവിലെ ഒരു ബൈക്ക് എടുത്ത് ഇറങ്ങാം, അത്ര തന്നെ. തിരിച്ചിങ്ങോട്ടും വരാം, പോകുമ്പോൾ നല്ല ഡ്രസ്സിലൊക്കെ പോവാം. പക്ഷെ എന്താ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഈ തുച്ഛമായ സംഖ്യ ആയിരിക്കും. സ്വാഭാവികമായിട്ടും അതിനെക്കൊണ്ട് ഒന്നും ഒപ്പിക്കാനാവാത്ത ഒരവസ്ഥ വരും. ആ അവസ്ഥയിലൊരു കല്യാണവും കൂടി കഴിച്ചാൽ പിന്നെ പറയുകയും വേണ്ട. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലായ്മ വരുന്നത്. ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പല അവസ്ഥകളും തരണം ചെയ്ത് വന്ന മനുഷ്യനായതുകൊണ്ടാണ്. ഞാൻ വിചാരിക്കുന്നു അനുഭവം തന്നെയാണ് മനുഷ്യന് ഏറ്റവും വലിയ ഗുരുനാഥൻ. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? മട്ടന്നൂര്. എവിടെ? മട്ടന്നൂര്. മട്ടന്നൂര്. പറയൂ, ഡേറ്റ് പറയൂ. 31/1/2003. 31/1/2003. സമയം രാവിലെ 8:15. തൃക്കേട്ടാ? ഉത്രാടല്ലേ? ഒന്നുകൂടി പറയൂ ഡേറ്റ്.
2003 ജനുവരി 31. ഓ ശരി ശരി. ആ ഉത്രാടം ആരുടേതാണെന്ന് പറയൂ. മോളതാണ്. എന്താണ് മോളെ കൊണ്ട് അറിയേണ്ട വിഷയം? മോളെ പഠിപ്പിന്റെ കാര്യവും. പഠിപ്പിൻ്റെ കാര്യം ഇപ്പം രാഹുദശയുടെ തുടക്കമാണ് മകൾക്ക്. ഇപ്പോൾ രാഹുദശയുടെ തുടക്കമായതുകൊണ്ട് തന്നെ 26 വരെ അതിൻ്റെ ദോഷം അനുഭവത്തിലുണ്ടാവും. അത് ശനിയോട് യോഗം ചെയ്ത രാഹുവാണ്. പഠിപ്പിലൊക്കെ ചിലപ്പോൾ വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ കഴിയണമെന്നില്ല. എന്താണ്, ഏത് കോഴ്സാണ് അവൾ ചെയ്യുന്നത്? ഓള് ഇത് സിവിലിന്റെ ആണ്. പോളിയില്. ആ, എവിടെയാണ് ഉള്ളത്? ഡിപ്ലോമ. എവിടെയാ പഠിക്കുന്നത്? പഠിക്കുന്നത് ശ്രീകണ്ഠപുരം. ശരി. വളരെ ശ്രദ്ധിച്ചിട്ട് പഠന കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിച്ച് നീങ്ങാൻ പറയണം. ഉദ്ദേശിച്ച രൂപത്തിലൊന്നും പഠനം മുമ്പോട്ട് പോകണമെന്നില്ല. പിന്നെ വാഹനം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, വാഹനമൊന്നും ഉപയോഗിക്കുന്നില്ല. വാഹനമൊന്നും വാങ്ങിച്ചു കൊടുക്കരുത് ഈ സമയം. 2 കൊല്ലം അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. 2 കൊല്ലം ഇല്ല, ഇനി 1.5 കൊല്ലം കഷ്ടി. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം മാറ്റം വരും. പിന്നെ ഇപ്പം സ്വഭാവത്തിലും ഒരുമാതിരി പ്രകൃത വ്യത്യാസമൊക്കെ കാണിക്കും. അതൊക്കെ ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. പെട്ടെന്ന് ദേഷ്യം വരിക, അത് മറ്റുള്ളവരുമായിട്ട് യോജിച്ച് പോകാൻ കഴിയാതെ വരിക. അതൊക്കെ ഈ സമയത്ത് ഉണ്ടാവും. അല്ല, വീട്ടിൽ നിന്ന് തന്നെയാണോ പോകുന്നത്, അതോ പിന്നെ അവിടെ താമസിക്കുകയാണോ? വീട്ടിൽ നിന്നും പോക്കുണ്ട്, അവിടെ താമസിക്കുകയും ചെയ്യും. അത് രാവിലെ ക്ലാസ്സിന്റെ സമയത്താണ്. അതെ. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് യോജിച്ച് പോകാനൊക്കെ ഈ സമയത്ത് വളരെയേറെ ശ്രദ്ധിക്കും. പിന്നെ കുളിക്കുന്നതിനൊക്കെ താല്പര്യക്കുറവ് കാണിക്കും. അതും ശ്രദ്ധിക്കാൻ പറയണം. 2 നേരം കുളിക്കാൻ പറയണം. അതായത് സ്കിന്ന് സംബന്ധമായ അസുഖങ്ങൾ വന്നേക്കും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. രാഹുവിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. രാഹുവിൽ വൃത്തിയിൽ നടക്കാനും ഹൈജീനിക്കായിട്ട് പിന്നെ എന്താണ് ആ ഒരു രീതി മാറിപ്പോകും എന്ന് പറയുന്നുണ്ട്. അറിയാതെ വരുന്നതാണത്. അപ്പോൾ അത് വെള്ളം പോലെ നല്ലവണ്ണം ശുദ്ധജലം നന്നായി കുടിക്കാനും പറയണം. ശരീരത്തിൻ്റെ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ അങ്ങോട്ട് മാറിപ്പോവും. ഒരു മങ്ങൽ വരും മുഖത്തിനൊക്കെ. അതെ, അതൊക്കെ ഈ സമയത്തിന്റെ പ്രത്യേകതയാണ്. 22 വയസ്സുള്ള കുട്ടിയായിട്ട് പോലും അത് വരുന്നത് സമയദോഷത്തിന്റെ കാഠിന്യം കൊണ്ടാണ്. ഫേസിലൊക്കെ അത് കാണിക്കും. ഒരുതരം പിന്നെ വല്ലാതെ ഷെയ്ഡ് പോലെയൊക്കെ വരും, ഒരുതരം പുക പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ അതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ മാറ്റം വരും. ഈ കല്യാണമൊക്കെ ഈ സമയം ചിന്തിക്കുകയേ വേണ്ട. അല്ലേ തന്നെ നാട്ടിലാ മൊത്തം ഡൈവേഴ്സാ. പിന്നെ വെറുതെ പോയിട്ട് ഇങ്ങനത്തെ സമയത്ത് തലവെച്ച് കൊടുത്താണ്ടല്ലോ. അത് പിന്നെ ഇപ്പൊ ഒരു കുട്ടി പിള്ളേർ ഇപ്പം മൊത്തം വേണ്ടെന്നല്ലേ പറയുന്നത്. അത് ഏതായാലും ഇവളെ കല്യാണം 26-ന് ശേഷം 27, 28 ആ സമയത്ത് കല്യാണം നടന്നില്ലേ പിന്നെ കല്യാണം തന്നെ കുറച്ച് വിഷമാവും. അങ്ങനെയുണ്ട് 20 അത് പ്രത്യേകം അവളോട് പറഞ്ഞു. ഇതാ ഞാൻ ഇന്ദുലാൽ ഇങ്ങനെയാ പറഞ്ഞിട്ടുണ്ട്, ഇന്ദുലാൽ നാരായണൻ 27, 28 നിന്റെ കല്യാണം കൊല്ലം. അതിനു മുമ്പേ വേണ്ട, നിങ്ങൾ വേണ്ടാതെ പണിക്ക് നിൽക്കണ്ട. വെറുതെ ഞാനല്ലേ പറയുന്നത്. അത്ര വലിയ പ്രായമൊന്നും ഇല്ലല്ലോ. ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ ഇത്ര തിരക്ക് കൂട്ടുന്നത്? ഇപ്പൊ പെണ്ണിനല്ലേ ഡിമാൻഡ്. ഏതായാലും 25-ാം വയസ്സ് മുതൽ സമയമുണ്ടല്ലോ. 25 വയസ്സ് മുതൽ അങ്ങോട്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. 25, 26 ഉണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകായിട്ടാണ്. അതായത് 27 മുതൽ 2027 മുതൽ അങ്ങോട്ടുണ്ട്. ഇത് 25 ലാസ്റ്റ്. ഇനി 26 കഴിഞ്ഞിട്ട് 27, 28 അത് കല്യാണത്തിന് പറ്റിയ സമയമാണ്. അന്ന് ആ സമയം നോക്കി കല്യാണം കഴിച്ചാൽ മതി. ഇപ്പം കല്യാണത്തെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. അല്ലേ, അവളും അതിനോട് തയ്യാറല്ല. അവൾക്കിപ്പോ കല്യാണത്തിന്റെ ഒന്നും വിചാരമൊന്നുമില്ല. അവളിപ്പോ ഒരു അരവട്ടത്തിയെ പോലെയല്ലേ അവളുള്ളത്.
അപ്പോൾ പിന്നെ എന്ത് കല്യാണം, ഇങ്ങനെയുള്ള സമയത്ത് കല്യാണം കഴിച്ചാൽ ശരിയാവോ? ഏതൊക്കെ ഒരു വീട്ടിൽ ഇങ്ങനെയുള്ള സമയത്ത് ഇത്രയും കാലക്കേടും കൊണ്ട് വീട്ടിൽ കയറി ചെന്ന് ആ വീട്ടിൽ തന്നെ തീ പിടിച്ചു പോകും. പിന്നെ നിങ്ങളെ മോക്ക് പേര് ദോഷം വരാനാ? ഇവള് അവള് വീട്ടിൽ പാമ്പ് വരുന്നതും നോക്കണം ഇവളുള്ള സമയത്ത്. പാമ്പ് ഞാനിതൊന്നും പേടിപ്പിക്കുന്നൊന്നുമല്ല, സത്യം പറഞ്ഞതാ. അപ്പോൾ അതുകൊണ്ട് ഇഴജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാവുക എന്നുള്ളത് ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിനൊന്നും തെളിവൊന്നും തരാൻ പറ്റില്ല, പക്ഷേ സംഭവമൊക്കെ നടക്കും. നമ്മളിതെല്ലാം കുറേ കണ്ടതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്കിൻ ഡിസീസ് വരാതെ നോക്കണം. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ പറയണം. ശുദ്ധമായ കോട്ടൺ മാത്രം ധരിക്കുക. ഈ ഇപ്പോഴത്തെ ഈ അടിപൊളിയുള്ള സാധനമൊന്നും വേണ്ട. ഈ കൈയില്ലാതെ വേണം ഉപയോഗിച്ചോട്ടെ, അത് കാറ്റ് കയറുന്നത് നല്ലതാ. അല്ല അങ്ങനത്തെ അല്ല, കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. കൈ കണ്ടാൽ എന്താ പ്രശ്നം? അതൊക്കെ വെറുതെ ഉള്ള അതെല്ലാം പഴയ വർത്താനല്ലേ. അപ്പോൾ കാറ്റ് കയറുമല്ലോ നല്ലവണ്ണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കയ്യില്ലാതെല്ലാം ചോദിച്ചാൽ മേടിച്ചു കൊടുത്തേ. ഞാൻ കാലത്തിനനുസരിച്ച് ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും വലിയ ഞാൻ വളരെ പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഏത് വസ്ത്രം മേടിച്ചു കൊടുക്കുമ്പോഴും അത് കോട്ടൺ ആയിരിക്കണം. അത് അവളോടും പറയണം, കോട്ടൺ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയണം. അങ്ങനെയൊക്കെ. പിന്നെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇതൊന്നും വളരെ സീരിയസ് ആയിട്ട് പറയുന്നതാണ്, ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് നോക്കണ്ട. ഗൗരവത്തിൽ ഇതൊക്കെ കണക്കിലെടുക്കണം. പിന്നെ അതേപോലെ പെട്ടെന്നായിരിക്കും അസുഖമൊക്കെ വന്നിട്ട് വിഷമിച്ചു പോവുക. ഈ ഡിസെൻട്രി ഒക്കെ പിടിച്ചിട്ട് കഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ മെലിഞ്ഞ് ക്ഷീണിച്ചൊക്കെ പോവും. ഒരുതരം പ്രത്യേകതരം ഡിസെൻട്രി ഉണ്ട്, അതൊക്കെ പിടിച്ചാലുണ്ടല്ലോ ഒരുമാതിരി മനുഷ്യൻ്റെ കോലം കെട്ടുപോകും. അപ്പോൾ അതൊക്കെ അവളോട് ശ്രദ്ധിക്കാൻ പറയണം. പിന്നെ നല്ല ഭക്ഷണം മാത്രം പരമാവധി കഴിക്കാൻ പറയണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നീങ്ങുക. വേറെ ഇതൊന്നുമില്ല. ഇത് കഴിഞ്ഞാൽ ഭാവി ശോഭനമാണ്, കുറച്ചുകൂടി കഴിഞ്ഞാൽ എല്ലാം നന്നായി വരും. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ദേവിയെക്കുറിച്ച് നമ്മൾ മറ്റേത് വിടാം നമുക്ക്. നമ്മളെ പറഞ്ഞ് ഏത് ആനുകാലിക കാര്യങ്ങളെക്കുറിച്ചും സംഭവ വികാസങ്ങളെക്കുറിച്ചും ഒന്ന് തൊട്ട് തലോടി പോവുക എന്നുള്ളത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തു പോരുന്നതാണല്ലോ. അപ്പോൾ ഇത്രയും ഭയങ്കര സംഭവം നടന്നിട്ട് അതിനെ ഞാനെന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ അവതരിപ്പിച്ചെന്ന് മാത്രം. പലർക്കും പലതരത്തിലുള്ള കാഴ്ചപ്പാടുണ്ടാവാം, അത് വേറെ കാര്യം. എൻ്റെ കാഴ്ചപ്പാട് എനിക്കും എൻ്റേത് മാത്രമാണ്. ഞാൻ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് കടമെടുക്കില്ല, അതെൻ്റെ സ്വഭാവമല്ല. എനിക്കെൻ്റേതായ ഏത് വിഷയത്തിലും ഞാൻ എൻ്റേതായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുക. അതിൽ ഞാൻ പറഞ്ഞ എൻ്റെ പ്രത്യേകമായ ആ കാഴ്ചപ്പാട് ഞാൻ അവതരിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇത് രണ്ടുമല്ല, അത് ദരിദ്രരും അതിദരിദ്രരുമല്ല, അത് ഇല്ലായ്മക്കാരോടാണ് എൻ്റെ വർത്തമാനം ഞാൻ ഫോക്കസ് ചെയ്തത്. കാരണം ഈ പറഞ്ഞ രണ്ട് വിഭാഗത്തിനെ നോക്കാൻ ആൾക്കാരുണ്ടെന്നേ. ഗവൺമെൻറ് നോക്കുന്നുണ്ട്, പിന്നെ അനാഥാലയങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷെ മറ്റവരുടെ കാര്യമാണെന്നേ കഷ്ടം. അതാരും അവരോടാണ് എനിക്ക് പറയാനുള്ളത്. അവരോടാണ് ഞാൻ പറഞ്ഞത് വരുമാനം കൂട്ടാനുള്ള മാർഗങ്ങൾ നോക്കണമെന്ന്. ഇപ്പോൾ ഉദാഹരണം ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കാം. ഞാൻ പണ്ട് ജ്യോതിഷിയായിട്ട് 98 ആരംഭിച്ചു. 98 ആരംഭിച്ച് നോക്കുമ്പോൾ എനിക്കെന്താണ് വരുമാനം? ഒരു 10,000 റുപ്യ. അന്നത്തെ കാലത്ത് മോശമല്ല, എന്നാലും 10,000 റുപ്യ. ചില മാസം 8, ചില മാസം 10, ചില മാസം 12. ഞാനിങ്ങനെ എൻ്റെ ജീവിതം ഉരുട്ടിക്കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ രത്ന ബിസിനസ്സിലേക്ക് കടക്കുന്നത്. അത് ക്ലിക്കായി, ഞാൻ രക്ഷപ്പെട്ടു. ഞാനിതൊന്നും ചെയ്യില്ല, പിന്നെ അയ്യോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യുന്നത് വലിയ പാവമാണെന്ന് വിചാരിക്കുന്ന ജ്യോതിഷികൾ പോലും ഉണ്ട്. എന്ത് പാവം? ആയിരക്കണക്കിന് ജ്വല്ലറിയിൽ വിൽക്കുന്ന സാധനം നമുക്ക് വിറ്റാലെന്താ? അതിനെന്താണ് തെറ്റ്? ഇത് മുഴുവൻ ജ്വല്ലറിക്കാരല്ലേ ഇത് മുഴുവൻ വിൽക്കുന്നത്. നമ്മൾ അത് ഈ രത്നം ഉപയോഗിക്കുക എന്നുള്ളൊരു മാർഗം, ഒരു ഇതുണ്ടല്ലോ, പരിപാടി ഉണ്ടല്ലോ.
ജ്യോതിഷത്തിൽ രത്നം പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ടല്ലോ. ആ രത്നം നമ്മൾ പറഞ്ഞാൽ അവർ പോയി മലബാർ ഗോൾഡിൽ നിന്നോ അല്ലെ ആലുക്കാസിൽ നിന്നോ ഭീമയിൽ നിന്നോ ഒക്കെ മേടിക്കുന്നു. ശരി, ആ മുതലാളിമാർ മേടിക്കുന്ന ലാഭം നമുക്ക് മേടിച്ചൂടെ? ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. അങ്ങനെ ഞാനത് തുടങ്ങി, ഞാൻ രക്ഷപ്പെട്ടു. ശാശ്വതമായിട്ട് ആരും രക്ഷപ്പെടുന്നൊന്നുമില്ല. തൽക്കാലത്ത് എൻ്റെ ദാരിദ്ര്യം മാറിയെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇല്ലായ്മയിൽ നിന്നും ഞാൻ കുറച്ചുകൂടി സമൃദ്ധിയിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് വേറെ എന്തോന്ന് സംഭവം ഒന്നുമില്ല. അതേസമയം എൻ്റെ കൂടെ തന്നെ ജ്യോതിഷപ്പണി തുടങ്ങിയിട്ട് ഇപ്പോഴും അതേപോലെ തന്നെ ജീവിച്ചു പോകുന്ന ജ്യോതിഷികളെ എനിക്കറിയാം. അവർക്ക് ഇതൊന്നും ഇതില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, ഞാൻ പതുക്കെ സ്വാഭാവികമായിട്ടും കുറച്ച് പച്ച പിടിക്കുമ്പം മനുഷ്യന്മാർക്ക് ഒരു നമ്മളെ കേരളത്തിലുള്ളതല്ലേ, കേരളത്തിലല്ല അത് ലോകത്തിലുണ്ടെന്ന് പറയും, എന്നാലും കേരളത്തിൽ കൂടുതലല്ലേ കണ്ണുകടി. അപ്പോൾ കണ്ണുകടി വന്നു, അപ്പോൾ കുറ്റാരോപണങ്ങൾ വന്നു, കല്ല് കൊടുത്ത് പറ്റിക്കലാണെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ടി വിയിൽ കയറി കളിച്ചു. കാസർഗോഡ് മുതൽ ഇരിട്ടി വരെയുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ വീട്ടിലെത്തിച്ചു. അങ്ങനെയല്ലേ ഇന്നത്തെ ആ ദാരിദ്ര്യത്തിൻ്റെ അകത്തും ഇല്ലായ്മയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട കഥയാണ് ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് മറ്റുള്ളവൻ്റെ കാര്യം പറയാൻ എന്നെ കൊണ്ടാവില്ല. അപ്പോൾ അതിലെന്താണ്, അന്ന് പിന്നെ വയനാട് നിന്നും കൊയിലാണ്ടിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വന്നിരുന്നു. അങ്ങനെ വന്നു, ഞാനൊരു വീടെടുത്ത് എൻ്റെ മക്കളെ പഠിപ്പിച്ചു. അല്ലെങ്കിൽ ആ 8,000 10,000 12,000 കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഒന്നും തന്നെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് പണ്ടാരോ പറഞ്ഞ പോലെ ഒരു ഗ്രാസും ബാക്കിയില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ നല്ലൊരു കുപ്പായം പോലും ഇടാതെ ചത്തുപോകായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യനായാൽ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? നല്ല വസ്ത്രം ധരിക്കണം, നല്ല വാഹനം വേണം, ഇതൊക്കെ ആഗ്രഹിക്കാത്തവരാരാണ്? അങ്ങനെ ആഗ്രഹിക്കുന്ന പോലും തെറ്റാണെന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരും ഉണ്ടായേക്കാം. ഞാൻ ഒന്നും ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ. പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെങ്ങനെ നേടിയെടുക്കാൻ പറ്റിയെന്ന് ഞാൻ ആലോചിച്ചു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ വിമർശനങ്ങളോ കാര്യങ്ങളോ അതൊന്നും നമ്മളെ ഏത് വിഷയത്തിലാണ് വിമർശനം ഉണ്ടാവാതിരിക്കുക? ഇത് ഏതൊരു മനുഷ്യനും എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നവന്, ഒരു കർമ്മം ചെയ്യുന്നവന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ വിമർശനം. ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ലേ, നിങ്ങളെ ആരും ഒരു കുറ്റവും പറയില്ലല്ലോ. പിന്നെ ഇതിനെ അതിജീവിക്കാൻ നല്ലത് അതിജീവിക്കും. അതാണ് നിങ്ങളെ കയ്യിൽ അതിനുള്ള സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിജീവിച്ചു പോകും, അല്ലാത്തവർ തളർന്നു പോകും. കുറ്റപ്പെടുത്താനൊക്കെ എപ്പോഴും ആളുകൾക്കൊരു വാസന കൂടുതലല്ലേ, മനുഷ്യ സഹജമായ സംഭവമാണത്. പ്രത്യേകിച്ച് എനിക്കില്ലാതെ കഴിവും അവനുണ്ടെന്ന് കൂടി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വളരെയേറെ കുറ്റപ്പെടുത്തലിൻ്റെ ശക്തി വർദ്ധിക്കും. അപ്പോൾ അതിലൊക്കെ തളർന്നു പോയാൽ സൈഡായി, അയാളുടെ മക്കൾക്ക് പോയി. അപ്പം ഞാനന്ന് തുടങ്ങിയ കാലത്ത് എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ കേട്ടിരുന്നു, അറിഞ്ഞിരുന്നു. ഞാനതിൽ തളർന്നില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ എനിക്ക് രക്ഷിക്കാൻ പറ്റി. ആത്യന്തികമായിട്ട് നമുക്ക് നമ്മളെ കുടുംബത്തോടല്ലേ കടപ്പാട്. സ്വന്തം വീട് നന്നാക്കിയിട്ടല്ലേ പുറത്തുള്ള കാര്യങ്ങൾ, അതവിടെ നിൽക്കട്ടെ. അതിപ്പോൾ എല്ലാവർക്കും ഇത് എന്താ പറയുക, എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ ഒരു പൗരജീവിതം തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇവിടെ ഇരുന്നിട്ട് ഈ വർത്തമാനമല്ലാതെ വലിയ പൗരജീവിതമൊന്നും എനിക്കില്ല. മനുഷ്യനങ്ങനെയുണ്ടല്ലോ, അതൊന്നും പിന്നെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നുമില്ല. പക്ഷെ മറിച്ച് എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമല്ലോ. മോഹൻലാൽ പറഞ്ഞ പോലെ സാറിനോട് പൊറുക്കണം, എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത് എന്ന് പറയുന്നില്ലേ ദൃശ്യം സിനിമയിൽ. ഇങ്ങനെ കൈകൂപ്പിയിട്ട് എന്നോട് പൊറുക്കണം, എനിക്കെൻ്റെ കുടുംബമാണ്. അതിനാണ് പോലീസ് സ്റ്റേഷൻ്റെ അടിയിൽ കൊണ്ടേ കുഴിച്ചിരുന്ന കാണുന്നില്ലേ. അപ്പോൾ അവനെ ഞാൻ വേറൊരു ലോകത്തേക്ക് പറഞ്ഞയച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളുടെ സാഹചര്യങ്ങൾ അങ്ങനെ വന്നപ്പോൾ അയാളുടെ ഭാര്യ ചെയ്ത കുറ്റം അയാൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. അതിനെ എങ്ങനെ മകൾ ചെയ്ത ഇത് എങ്ങനെ അതിനെ രക്ഷിച്ചെടുക്കാം, അതിന് കുറേ അയാൾ കളിക്കേണ്ടി വരുന്നു. അയാൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, 10ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ മറ്റോ വിദ്യാഭ്യാസമുള്ള അയാൾ എന്തൊക്കെയോ കളി കളിച്ചിട്ട്
അയാൾ ആ കുടുംബത്തെ രക്ഷിച്ചെടുക്കുന്നത്. അത് സിനിമ അത് വേറെ ലോകം, അതല്ല ഞാൻ പറഞ്ഞത്. ഇതേപോലെ ഇപ്പം എൻ്റെ എല്ലാം കേസിൽ വരുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെയല്ലേ ഞാനൊക്കെ എൻ്റെ മക്കളെ രക്ഷിച്ചത്. സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഏതൊരുത്തനും അവൻ്റെ മക്കളെ രക്ഷിച്ചെടുത്തോ, കുറച്ച് ഭേദപ്പെട്ട നിലയിലേക്ക് രക്ഷിച്ചോ, അയാളത്ര മോശമല്ല. ഞാൻ അങ്ങനെ മോശമല്ല, അത്രയോ ഞാൻ പറയുന്നുള്ളൂ. പണ്ടൊരാൾ പറഞ്ഞ പോലെ പിന്നെ ഇയാൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അതുപോലത്തെ അഹങ്കാരമൊന്നും നമ്മൾ വെച്ച് വളർത്തുന്നില്ല. അത് പിന്നെ ചർച്ചിൽ പറഞ്ഞതാണ്. ചർച്ചിൽ ആരോ ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത്, ഇത്ര ഭയങ്കരമാണല്ലോ നിങ്ങളുടെ പ്രസംഗമല്ലോ. അന്നേരം ചർച്ചിൽ മറുപടി ഇങ്ങനെയാണ് പോലും പറഞ്ഞത്, മുമ്പിലിരിക്കുന്നതെല്ലാം പൊട്ടന്മാരാന്ന് ഞാനങ്ങ് വിചാരിച്ചേക്കുമെന്ന്. ഏതായാലും എനിക്ക് അങ്ങനെയുള്ള ധാരണപ്പശകൊന്നുമില്ല. ദേവീൻ്റെ സഹായം കൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്നവർക്ക് എന്നേക്കാളും അറിവുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിപ്പം ചർച്ചിൽ നേരിട്ടാണ് അന്ന്, പിന്നെ ഇതുപോലെ ടി വി ഒന്നുമില്ലല്ലോ. പിന്നെ ചർച്ചിൽ നേരിട്ടാണ് പ്രസംഗിക്കുക. ലോകം കണ്ട പ്രാസംഗികരുടെ കൂട്ടത്തിൽ ഒരാളാണ് ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത്. പിന്നെ ഒന്ന് നമ്മളെ നെഹ്റുവാണ്. നമ്മളെ കൂട്ടത്തിലും ആളില്ലാന്നൊന്നും വിചാരിക്കണ്ട, അങ്ങനെ ഭയങ്കര പ്രാസംഗികരുണ്ട് ലോകം കണ്ടേ. അപ്പോൾ ആ ചർച്ചിൽ പറഞ്ഞ അന്ന് അതിന് മറുപടി പറഞ്ഞത് അത് അഹങ്കാരത്തിന് കാലും കൈയും വെച്ച വരും വർത്താനായി പോയി. ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാരാന്ന് വിചാരിച്ചാൽ പിന്നെ അയാളെപ്പോലത്തെ ഒരു അഹങ്കാരി വേറെയുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഒരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചാവശ്ശേരി, പറഞ്ഞോളൂ. 1998 നവംബർ 98. 1992 നവംബർ 98. ഓക്കെ ഓക്കെ. നവംബർ 25. നവംബർ 25. 25/11/98. സമയം 10:45 രാവിലെ. ശരി. ആരുടേതാണെന്നും പറയൂ. ആണാണോ പെണ്ണാണോ? ആണ്. ഓ, ആണ് ആണ് ആണിൻ്റെ ആണ് അല്ലേ? ആൺകുട്ടി. ആ, മകനാണോ? മകൻ. ആ, തിരുവോണം നക്ഷത്രം. ആ, എന്താണ് പറയേണ്ട കാര്യങ്ങൾ? എന്താണ് ജോലി ഇപ്പം ശരിയായില്ലേ അയാൾക്ക്? ഇനിയും ഇല്ല. കോഴ്സെല്ലാം ചെയ്തിട്ടുണ്ടോ? അതിനുള്ള കണക്കായ കോഴ്സ്? ചെറിയൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. ആ, ഇപ്പം നടക്കുന്ന 26 ജനുവരി കഴിയട്ടെ, അതിനുശേഷം മാറ്റം വരും, ജോലി കിട്ടും. ആരോഗ്യപരമായിട്ട് എങ്ങനെയുണ്ട്? ആരോഗ്യമായിട്ട് കുറച്ച് കുറച്ചൊരു ബോഡിക്കൊരു ദുർബലത്വം ഉണ്ടോ? അല്ല, അത് വളരെയേറെ അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. ലഗ്നാധിപന് ബലമില്ല, നീചത്തിലാണ്. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും എൻ്റെ അഭിപ്രായം. അതായത് ആരോഗ്യ സംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരിക, ജോലിയുടെ കാര്യത്തിലും മറ്റൊക്കെ പിന്നെ മുമ്പിലെത്തുമ്പോൾ എന്തൊക്കെയോ തടസ്സങ്ങൾ വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ശനിക്ക് ബലമില്ലാണ്ടായാൽ ഒരു മുമ്പോട്ടുള്ള യാത്ര കറക്റ്റ് ആവില്ലെന്നാണ്. അപ്പോൾ ശനിയെ ബലപ്പെടുത്തണം നമ്മൾ, അതിനു വേണ്ട പരിപാടി എടുക്കണം. അത് നല്ലതാണ്. നിങ്ങളതൊന്നും നേരിട്ട് വന്ന് അതിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് മാറ്റമുണ്ടാവും. പിന്നെ ഇത് ശനി ഇങ്ങനെ ദുർബലനായാൽ ആ വ്യക്തിക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പീരീഡ് നല്ലതാണ്, 26 ജനുവരി മുതൽ. പക്ഷേ അപ്പോഴും ഈ ജാതകത്തിലെ ദോഷം അയാളെ വേട്ടയാടും.
അതിനുവേണ്ടി ദൈവികമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അത് നിങ്ങൾക്ക് അയാളുമായിട്ട് സംസാരിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. അതൊട്ടും ദോഷമാവില്ല. ഭാഗ്യഹാനിയും ഉള്ളവനാണ്. ഭാഗ്യത്തിന് വേണ്ടിയും ചെയ്യാം. നിങ്ങൾ ആലോചിച്ചിട്ട് എന്നെ ബന്ധപ്പെടൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ദേവിയുടെ ഈ നമ്മൾ പറഞ്ഞത് ബുദ്ധി രൂപേണ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു. ബുദ്ധിയില്ലേ പിന്നെ പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം ബുദ്ധി കൊണ്ടല്ലേ. പിന്നെയുള്ളത് യാദേവി സർവഭൂതിഷു നിദ്രാരൂപേണ സംസ്ഥിത. നിദ്ര അത് വേണമല്ലോ, നിദ്രയില്ലേ പിന്നെ പോയി. നിദ്രാവിഹീനങ്ങളല്ലോ എന്നും അവളുടെ രാവുകൾ എന്ന് കേട്ടിട്ടില്ലേ? നമ്മളെ ചെറുപ്പത്തിലുള്ള പാട്ടാ അതൊക്കെ. ഇപ്പോൾ ഉള്ള അങ്ങനത്തെ പാട്ടൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ എന്തൊക്കെയോ പാട്ടല്ലേ. അപ്പോൾ നിദ്രാവിഹീനമായ രാത്രികൾ തരണം ചെയ്യുന്നവർ അവർ വലിയ സങ്കടത്തിലായിരിക്കുമല്ലോ. തിരിഞ്ഞും മറിച്ചും കിടക്കയിൽ ഇങ്ങനെ കിടക്കുക എന്നല്ലാതെ ഉറക്കം അനുഗ്രഹിക്കാത്ത ആളുകളുണ്ട്. അവർ ഈ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. വിശ്വാസമുള്ളവർക്കാണ്. യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ഞാനൊക്കെ എപ്പോഴെങ്കിലും ഉറക്ക് ലേശം വരാൻ താമസിച്ചാൽ ഇതൊരു 10-18 പ്രാവശ്യം അങ്ങ് ചൊല്ലുമ്പോഴേക്കും വരുന്ന കാണാം. എന്താണെന്നറിയില്ല. എന്താണ് അതിൻ്റെ രഹസ്യം എനിക്ക് അറിയില്ല. അത് പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം ഈ മന്ത്രം. യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത എഴുതി വെച്ചോളൂ. എന്നിട്ട് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ഇതൊന്ന് ചൊല്ലി നോക്കും. എന്നിട്ട് സ്വന്തം അനുഭവം വെച്ചിട്ട് പിന്നെ നിഗമനത്തിലെത്തിയാൽ മതിയെന്നേ. നമ്മൾ ഈ എടുത്ത ഒരാളെന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ ഉടനെ അത് വിശ്വസിക്കരുത്. അത് നമ്മളെ ബുദ്ധിമോശ. ചിലപ്പോൾ അത് വസ്തുതയുണ്ടോ എന്ന് പരീക്ഷിക്കണം. അതാണ് അറിവ്. അയാളെന്തോ പൊട്ടത്തരം പറഞ്ഞു ഇട്ടു, അങ്ങനെ പാടില്ല. എന്താണ് ഇപ്പോൾ ഒരു ഉറക്കം കിട്ടാതെ ഒരാൾ ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കിക്കൂടെ അയാൾക്ക്? അതിനെക്കൊണ്ട് അയാൾക്ക് എന്താ നഷ്ടം? അയാൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? പിന്നെ പരസ്യമായിട്ടല്ലല്ലോ, നമ്മൾ രാത്രി നമ്മളെ കിടക്കേ കിടന്നിട്ടല്ലേ. ആരറിയാൻ പോകുന്നു? ആരോടും പറയാൻ വേണ്ട. എന്നെപ്പോലെ ഇതൊന്നും പച്ചക്ക് പറയാനുള്ള ചങ്കുറപ്പൊന്നും എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ലല്ലോ. എനിക്ക് ദേവിയെക്കുറിച്ച് പറയുന്നതിന് ഒരു മടിയോ ഒന്നുമില്ലല്ലോ. കാരണം എൻ്റെ എല്ലാം ദേവിയാണ്. പിന്നെ ഞാനെന്തിനാണത് ദേവിയുടെ കാര്യത്തിൽ പിന്നെ മറച്ചു വെക്കുന്നത്? അതുകൊണ്ടായിരിക്കും ദേവിക്ക് എന്നെ ഇത്ര ഇഷ്ടപ്പെട്ടത്. എൻ്റെ എന്തെങ്കിലും എനിക്കൊരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാരിദ്ര്യം പോലും മാറ്റി തന്നത് ദേവിയാണെന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഘടകങ്ങൾ പലതായി വന്നെങ്കിലും അതിനേക്കെല്ലാം നയിച്ച ഇത് പരാശക്തി തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതെൻ്റെ വിശ്വാസമാണ്. നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളില്ലാതെ കൊണ്ട് നിങ്ങൾക്കത് ഉൾക്കൊള്ളാനും ചിലർക്ക് പറ്റണമെന്നില്ല. എൻ്റെ ഉറച്ച ഈ വർത്തമാനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അയാൾ പറയുന്ന എന്തൊക്കെ പറഞ്ഞാലും പങ്കത്തരമല്ല, എന്തോ ഉണ്ടാവും, അത് അയാളുടെ കാര്യമല്ലേ എന്ന് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രത്തിന് ഇങ്ങനെ ഒരു പവറുണ്ട്. ഈ എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സർവഭൂതങ്ങളിലും നിദ്രാരൂപത്തിലും, അതായത് കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ. നമ്മൾ ഏതെങ്കിലും ഒന്നിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ഈ 10 ഇന്ദ്രിയങ്ങൾ നമ്മൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് പ്രവർത്തിപ്പിക്കാത്ത അവസ്ഥ വന്നാൽ മാത്രമല്ലേ നമുക്ക് നിദ്രയിലേക്ക് കടക്കാൻ പറ്റൂ. നിദ്രയിലേക്ക് കടന്നാൽ മാത്രം പോരല്ലോ, ഗാഠനിദ്രയിലേക്ക് അതൊരു മരണതുല്യമായ അവസ്ഥയല്ലേ. അതുകൊണ്ടല്ലേ നന്നായി ഉറങ്ങിക്കഴിഞ്ഞാൽ കുളിക്കണമെന്ന് പറയുന്നത്. അതൊരു മരണം പോലെയുള്ള അവസ്ഥയാണ്. ഒന്നും അറിയുന്നില്ല. ആ സമയത്ത് സ്വപ്നം പോലും കാണില്ല. ഒരു 3 മണിക്കൂർ അങ്ങനെ ഉണ്ടാവും കഠിനമായ നിദ്ര. അത് കിട്ടാനാണ് ഭാഗ്യം വേണ്ടത്. പിറ്റേ ദിവസം ഭയങ്കര ഉന്മേഷമായിരിക്കും. 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. അതിൽ ഈ 3 മണിക്കൂർ ഇങ്ങനെയും ഉറങ്ങണം. അതിൽ 3 മണിക്കൂർ സ്വപ്നമെല്ലാം കണ്ടിട്ടുള്ള ഉറക്കമായിരിക്കും, അത് വേറെ ഉറക്കം. ഈ കഠിന നിദ്ര അല്ലെ ഗാഠനിദ്ര
3 മണിക്കൂർ കിട്ടിയാൽ തന്നെ പിറ്റേ ദിവസം ഭയങ്കര ഉന്മേഷമായിരിക്കും എന്ത് ജോലിക്ക് പോകുമ്പോഴും. അപ്പോൾ അത് കിട്ടാത്തവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ദേവി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നിപ്പോൾ നമ്മളെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും അതേപോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടവർക്കുമൊക്കെ എന്നെ വന്ന് നേരിട്ട് വന്ന് കാണാം. സമയം ബുക്ക് ചെയ്ത് ഈ നമ്പറിൽ 9388504419 എന്നുള്ള ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത്. ഓൺലൈനിൽ അറിയേണ്ടവർക്ക് അങ്ങനെയും അറിയാം. അതിന് ഗൂഗിൾ പേ വഴി വാട്സാപ്പ്, ഈ നമ്പറിൽ വാട്സാപ്പിൽ ഡേറ്റും ടൈമും അയച്ച് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ച് അങ്ങനെയും അറിയാം. എല്ലാം നിങ്ങളുടെ തീരുമാനമാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.